കോതമംഗലം നെല്ലിമറ്റത്തെ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നത് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള മോഷണശ്രമം. അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ലഭിച്ച പണമാണ് ലോക്കർ തകർത്ത് മോഷ്ടാക്കൾ കവരാൻ ശ്രമിച്ചത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഡ്രോണും ലാപ്ടോപ്പും നഷ്ടമായതായി കോളേജ് അധികൃതർ വ്യക്തമാക്കി. കോതമംഗലം നെല്ലിമറ്റത്തെ എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നലെ രാത്രിയാണ് മോഷണശ്രമം നടന്നത്. കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും പ്രിൻസിപ്പലിന്റെ മുറിയിലുമാണ് മോഷ്ടാക്കൾ കയറിയത്. പുതിയ അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ കോളേജിൽ പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. കോളേജിന്റെ അഡ്മിഷൻ സെല്ലിൽ നിന്ന് പുതിയ ഒരു ഡ്രോണും ലാപ്ടോപ്പും മോഷണം പോയിട്ടുണ്ട്. ഓഫീസിലുണ്ടായിരുന്ന ലോക്കർ മോഷ്ടാക്കൾ പുറത്തെത്തിച്ചാണ് തകർക്കാൻ ശ്രമിച്ചത്. എന്നാൽ ലോക്കർ തുറക്കുന്നതിൽ ഇവർ പരാജയപ്പെടുകയായിരുന്നു. കോളേജ് അഡ്മിഷൻ ഫീസ് ഇനത്തിൽ ലഭിച്ച ലക്ഷങ്ങൾ ലോക്കറിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ലോക്കർ പൊളിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കോളേജിന്റെ പ്രവേശന കവാടത്തിലും ഹോസ്റ്റലിലുമായി 2 സെക്യൂരിറ്റി ജീവനക്കാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണശ്രമം തടയാൻ കഴിഞ്ഞില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട വെളുപ്പിന് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയ ഒരു വിദ്യാർത്ഥിയെ കണ്ടതോടെ മോഷ്ടാക്കൾ മതിൽ ചാടി രക്ഷപ്പെട്ടതായാണ് വിവരം ലഭിച്ചതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഇവിടെ സേഫിൽ ലോക്കറിൽ പൈസ ഉണ്ടാകും എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടക്കാത്ത ഒരു ശ്രമം ഇവിടെ നടന്നത്. ഒരു ലാപ്ടോപ്പും ഒരു ഡ്രോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 മണി സമയത്ത് ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് വരികയും അവരെ കണ്ടപ്പോൾ അദ്ദേഹം മതിൽ ചാടി ഇതിനകത്തൊരാൾ ചാടിപ്പോയി എന്നാണ് ആ കുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരം. ഏതായാലും അതോടുകൂടിയാണ് ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിലെ CCTV പരിശോധിച്ചതിൽ നിന്ന് 4 പേരുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ഊന്നുകൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.